മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചന്റെ സംസ്കാരം ഇന്ന് നടക്കും. ഇന്ന് രാവിലെ 11 മണിയോടെ മൃതദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ നിന്നും പെരുമ്പാവൂരിലെ വീട്ടിലെത്തിക്കും. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടിയെത്തും. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് അകപ്പറമ്പ് മോർ ഷാബോർ മോർ അഫ്രൂദ് യാക്കോബായ സുറിയാനി പള്ളിയിലാണ് സംസ്കാരം നടക്കുക. ആഷിക്കുണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിക്ക്, രാഷ്ട്രീയ ചാണക്യന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി നിരവധി പ്രമുഖരാണോ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്? പെരുമ്പാവൂർ അദ്ദേഹത്തിന്റെ ഒരു തട്ടകം തന്നെയായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തെ ആളുകൾ അനുസ്മരിക്കുന്നത്? തീർച്ചയായും അജി, ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂരിലെ പൈനേടത്ത് വീട്ടിലാണ്. പി തങ്കച്ചൻ ദീർഘകാലം താമസിച്ചിരുന്ന ഇടമാണ്. അജി സൂചിപ്പിച്ചതുപോലെ പെരുമ്പാവൂരിന് വളരെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവായിരുന്നു. പെരുമ്പാവൂരിന്, എറണാകുളത്തിന്, കൊച്ചിക്ക്, മധ്യ കേരളത്തിന് വലിയ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാവായിരുന്നു പി തങ്കച്ചൻ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കുവാൻ വേണ്ടിയും ഒരു വട്ടം കൂടി അവസാനമായി അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി നിരവധി ആളുകൾ പെരുമ്പാവൂരിലേക്ക് എത്തും എന്നുള്ളത് തീർച്ചയാണ്. അതേസമയം ഇപ്പോൾ നിലവിൽ പി തങ്കച്ചന്റെ മൃതദേഹമുള്ളത് കൊച്ചിയിലെ രാജഗിരി ആശുപത്രിയിലാണ്. ഏതാണ്ട് 11 മണിയോടുകൂടി അവിടെ നിന്ന് മൃതദേഹം പുറത്തിറക്കുകയും അവിടുത്തെ പ്രാർത്ഥനാ ശുശ്രൂഷകളടക്കം പൂർത്തിയാക്കി 12 മണിയോടുകൂടി പെരുമ്പാവൂരിലേക്ക് എത്തിക്കും എന്നാണ് നിലവിൽ കണക്കാക്കുന്നത്. 12 മണി മുതൽ നാളെ ഉച്ചവരെ ഇവിടെയായിരിക്കും മൃതദേഹം സൂക്ഷിക്കുക. പൊതുദർശനമായിട്ടുള്ള ഔദ്യോഗിക പൊതുദർശന പരിപാടികളടക്കം മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ വീട്ടിൽ മൃതദേഹം വയ്ക്കും എന്നുള്ളതാണ് ബന്ധുക്കളും DCC അധികൃതരും അറിയിക്കുന്നത്. നാളെ 2:30യോടുകൂടി പെരുമ്പാവൂരിൽ നിന്ന് മൃതദേഹം എടുക്കും. നെടുമ്പാശ്ശേരിയിലെ കുടുംബ വീട്ടിലേക്ക്, അകപ്പറമ്പ് കുടുംബ വീട്ടിന് സമീപമുള്ള സുറിയാനി യാക്കോബായ സുറിയാനി കത്തീഡ്രലിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെയാണ് സംസ്കാര ചടങ്ങുകളും മറ്റും ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. 3:30യോടുകൂടി സംസ്കാര ചടങ്ങുകളും മറ്റ് പ്രാർത്ഥനാ പരിപാടികളും എല്ലാം പൂർത്തിയാക്കി പി തങ്കച്ചന് അന്ത്യയാത്ര നൽകാനുള്ള ഒരുക്കങ്ങൾ ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതേസമയം അജി ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസ് രംഗത്തുള്ളവർ, അതുപോലെ രാഷ്ട്രീയ പ്രമുഖർ, സാമൂഹ്യ രംഗത്തുള്ള പ്രമുഖരടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒഴുകിയെത്തും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാഷ്ട്രീയത്തിലെ സൗമ്യമുഖമായിരുന്നു. കോൺഗ്രസിന് ഗ്രൂപ്പ് പോരുകളുടെ കാലഘട്ടത്തിൽ ഒരുമിച്ച് നിർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച നേതാവാണ്. ഇന്ന് കേരള രാഷ്ട്രീയത്തിന്റെ മുൻനിരയിൽ തിളങ്ങി നിൽക്കുന്ന മധ്യ കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രമുഖരെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച നേതാവാണ്. ആ നിലയിൽ